ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ഞങ്ങൾ പ്ലാൻ ചെയ്ത പോലെയൊന്നും അല്ല കാര്യങ്ങൾ നടന്നേ. ഇനിയിപ്പോ എന്ത് ചെയ്യാൻ പറ്റും? ശാലിനി വരട്ടെ, അല്ലാതെ എന്നെ കൊണ്ടൊന്നും നടക്കില്ല. ഇതിപ്പോ ഈ കൊച്ചിന്റെ വീട്ടുകാരൊക്കെ അറിഞ്ഞെന്നല്ലേ പറഞ്ഞത്. ഇനി അവരെങ്ങാണ് അന്വേഷിച്ചു വന്നാലോ? അതുകൊണ്ട് ഇതങ്ങനെ വിട്ടുകൊടുക്കാൻ ഞാൻ തീരുമാനിച്ചിട്ടില്ല. നൂർജഹാൻ എന്താ സുബൈദ പറയണത്? നിങ്ങൾ വീട്ടിൽ പെണ്ണുങ്ങൾ സംസാരിക്കുമ്പോ ഇഷ്ടത്തെക്കുറിച്ച് വല്ലതും സൂചിപ്പിച്ചായിരുന്നു? അത് പിന്നെ ഹസിനിക്ക, അവളുടെ ഇഷ്ടത്തിന് പോവാനല്ല നമ്മൾ ഇപ്പോൾ ഇവിടെ കൂടിയിരിക്കുന്നത്. എവിടെയാണെന്ന് വെച്ചു കഴിഞ്ഞാൽ കണ്ടുപിടിച്ച് എന്റെ മകൻ നസീറിനെ കൊണ്ട് കെട്ടിക്കാനല്ലേ. പിന്നീട് ഒരു ചോദ്യം ഉണ്ടാവരുതല്ലോ. കല്യാണത്തിന്റെ കാര്യം പറയുമ്പോ നൂറ് പറഞ്ഞോണ്ടിരുന്നത് പഠിക്കണം പഠിക്കണമെന്ന് തന്നെയായിരുന്നു. എന്നിട്ട് പഠിച്ചോന്ന് നീ ഒറ്റൊരുത്തി സപ്പോർട്ട് ചെയ്തിട്ടാ അവൾ ഇങ്ങനെ ഒരു കടുങ്കൈ കാണിച്ചിരിക്കുന്നത്. അതുകൊണ്ടേ അകത്ത് കിടക്കുന്ന നിന്റെ ആങ്ങളയോട് നീ തന്നെ ചെന്ന് പറ, നീ കാരണമാണ് അവൾ ഇറങ്ങിപ്പോയതെന്ന്. ഇതിൽ ഞങ്ങൾ ബാപ്പയ്ക്കും മോനും ഒരു ബന്ധവുമില്ലെന്ന്. ചെന്ന് പറ. ഓരോ ഏടാകൂടങ്ങൾ ഒപ്പിക്കുന്നതേ ഈ വീട്ടിലിരിക്കുന്ന പെണ്ണുങ്ങൾ തന്നെയാ. അതിന്റെ പുറകെ ഓടാൻ ഞങ്ങളും. എല്ലാം കേട്ടില്ലേക്ക, ഞാനാ നൂറിനെ ഇങ്ങനെ ആക്കിയെന്ന്. അവൾക്ക് നല്ലത് വരണമെന്ന് മനസ്സുകൊണ്ട് ആഗ്രഹിക്കുന്നുണ്ട് ഞാൻ. അതിനുവേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നുണ്ട്. എല്ലാം അറിയുന്നില്ലേ? എന്താ ഇക്ക ഒന്നും പറയാത്തെ? ഞങ്ങൾക്ക് ബാപ്പയ്ക്കും മോനും സമൂഹത്തിൽ ഇറങ്ങി നടക്കാൻ പോലും പറ്റാത്ത രീതിയിൽ നാണം കെടുത്തിയിട്ട് നീ നല്ല പിള്ള ചമയുന്നോടി. അങ്ങനെ നീ ഇപ്പൊ നല്ല പിള്ള ചമയണ്ട. ആങ്ങളേക്ക് കാണാലോ, വാ കൊണ്ട് മിണ്ടാനല്ലേ പറ്റാതെ ഉള്ളൂ. നൂർജഹാൻ ഓടിപ്പോവാൻ കൂട്ടുനിന്നതിന് ഞാൻ നിന്റെ ഇക്കാക്ക എന്റെ മുന്നിലിട്ടിപ്പൊ തല്ലാൻ പോവുക. പുറത്തുള്ള നാട്ടുകാരെ വീട്ടിൽ കയറ്റിയതിന് അത് ഞാൻ വേറെ തരുന്നുണ്ട്. തൽക്കാലം നീ ഇത് വാങ്ങിക്ക്. അടി ഇവിടെയും വേദനത ഇവിടെയും കിട്ടണം. ഞാൻ ഇനിയും തല്ലും. അവരെ കിട്ടുന്നത് വരെ തല്ലും. എന്റെ ദേഷ്യം തീരുന്നത് വരെ ഞാൻ തല്ലും. എടി, പിന്നെ ഞാൻ ഒരുമ്പെട്ടവളെ നീ കാരണം നിന്നെ ഇന്ന് ഞാൻ തൊട്ടുപോകരുതവളെ. ഇനി എന്തെങ്കിലുമൊക്കെ പറയിക്കാക്ക. എന്തെങ്കിലും ഒന്ന് പറയിക്കാക്ക. എന്റെ പൊന്നിക്കാക്ക.
പപ്പി വേഗം വാ, നമുക്കിന്ന് ഒരു മിന്നാമിനിങ്ങെങ്കിലും പിടിക്കണം. ഉറങ്ങുമ്പോ പുതയ്ക്കുന്ന ശീലമുണ്ടോ? ഉണ്ടെന്നോ ഇല്ലെന്നോ? ഉണ്ട്. നാ, ഇത് പുതച്ചോ. ഞാൻ പറഞ്ഞല്ലോ ഇന്ന് മോള് എന്റെ കൂടെ കിടക്കുന്നതെന്ന്. കുഴപ്പമൊന്നുമില്ലല്ലോ? ആ, ഇനിയിപ്പോ കുഴപ്പമുണ്ടെങ്കിലും ഇങ്ങനെ പറ്റും. ശാരദാമ്മേ, ആ ആ നിനക്കെന്താടാ ഈ ബെഡ്റൂമിലെ കാര്യം? ഞങ്ങൾ അമ്മയും മോളും കൂടെ കിടക്കാൻ പോവുമായിരുന്നു. ബാംഗ്ലൂരിൽ നിന്നൊരു ഫോൺ വന്നിരുന്നു. അമ്മയ്ക്ക് തീരെ സുഖമില്ലെന്ന്. എന്നോട് അങ്ങോട്ട് എത്രയും പെട്ടെന്ന് ചെല്ലണമെന്നാ പറഞ്ഞേ. അതെങ്ങനെ ശരിയാവും? ഈ കൊച്ചിനെ നീ വീട്ടിൽ നിന്ന് വിളിച്ചിറക്കിക്കൊണ്ട് വന്നിട്ട് നീ മാത്രം അങ്ങ് ബാംഗ്ലൂർ പോയാൽ എങ്ങനെയാ? ഒന്നുകിൽ നീ ഇവളെയും കൊണ്ട് ബാംഗ്ലൂർ പോണം, അല്ലെങ്കിൽ പിന്നെ ശാലിനി വന്നിട്ട് ഒരു തീരുമാനം ഉണ്ടാക്കിയിട്ട് പോകും. അല്ലാതെ എന്നെ ഇതിനകത്ത് ബലിയാടാക്കിയിട്ട് നീ അങ്ങനെ പോകണ്ട. ശാരദാമ്മേ, ഇപ്പൊ ഈ ഒരു അവസ്ഥയില് നൂറിനെ കൊണ്ട് പോവാൻ സാധിക്കില്ല. അമ്മയുടെ ഇപ്പോഴത്തെ ഈ സിറ്റുവേഷൻ ഒന്ന് ചേഞ്ച് ആയ ശേഷം കാര്യങ്ങൾ പറഞ്ഞൊന്ന് ബോധ്യപ്പെടുത്തിയതിന് ശേഷം മാത്രമേ അനുകൂലമായിട്ടുള്ള ഒരു തീരുമാനം ഉണ്ടാക്കിയെടുക്കാൻ പറ്റൂ. അതിനെനിക്ക് ഇനിയും സമയം വേണം. ഈ പെൺകുട്ടിയെ വിളിച്ചിറക്കിക്കൊണ്ട് വരുന്ന നേരം നീ ഈ സമയത്തിന്റെ കാര്യമൊന്നും നോക്കിയില്ലല്ലോ. ഞാൻ പറഞ്ഞില്ലേ ശാരദാമ്മേ, സംഭവിച്ചു പോയി. ഞങ്ങൾ പ്ലാൻ ചെയ്ത പോലെയൊന്നും അല്ല കാര്യങ്ങൾ നടന്നേ. ഇനിയിപ്പോ എന്ത് ചെയ്യാൻ പറ്റും? ശാലിനി വരട്ടെ, അല്ലാതെ എന്നെ കൊണ്ടൊന്നും നടക്കില്ല. ഇതിപ്പോ ഈ കൊച്ചിന്റെ വീട്ടുകാരൊക്കെ അറിഞ്ഞെന്നല്ലേ പറഞ്ഞത്? ഇനി അവരെങ്ങാണ് അന്വേഷിച്ചു വന്നാലോ? അദ്ദേഹം ആരോ വന്നു. ഇനി എന്തൊക്കെയാണോ ആവോ? നിങ്ങൾ ഇവിടെ നിൽക്കേ, ഞാൻ പോയി നോക്കട്ടെ. പുറത്തേക്കൊന്നും വരരുത് കേട്ടോ. രണ്ടുപേരും ബാക്കിൽ പെടും. സർ, ഒരാൾ ബാക്കിലേക്ക് പോയിക്കോ. ഇവിടെ ആരുമില്ലേ? ഹലോ,